ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരം കരാറുകളിൽ ഏർപ്പെടാറുണ്ട്, അല്ലേ? പക്ഷെ പെട്ടെന്നൊരു ദിവസം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറിയാലോ? അപ്പോൾ ആ കരാറിന് എന്ത് സംഭവിക്കും? അത് മറ്റൊരാൾക്ക് കൈമാറാൻ കഴിയുമോ? വരൂ, നമുക്കിന്ന് ഈ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. നിങ്ങളൊരു കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. അങ്ങനെയൊരു സാഹചര്യത്തിൽ നിങ്ങളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും വേറൊരാൾക്ക് കൈമാറാൻ നിയമം സമ്മതിക്കുമോ? ഈയൊരു വിഷയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കരാറിനെ ഒരു നാണയം പോലെ കാണാം. എങ്ങനെയെന്നല്ലേ? ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളതുപോലെ ഏതൊരു കരാറിനും രണ്ട് വശങ്ങളുണ്ട്. ഒരു വശം നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ, അതായത് നമ്മുടെ അവകാശങ്ങൾ. മറുവശം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ബാധ്യതകൾ. നമുക്ക് ഈ ഓരോ വശവും എടുത്തൊന്ന് പരിശോധിക്കാം. ശരി, അപ്പോൾ നമുക്ക് ആ നാണയത്തിൻ്റെ ആദ്യത്തെ വശം തന്നെ നോക്കാം. നേട്ടങ്ങൾ, അതായത് ഒരു കരാറിലൂടെ നിങ്ങൾക്ക് കിട്ടാനുള്ള അവകാശങ്ങൾ. ഇത് നമുക്ക് വേറൊരാൾക്ക് കൈമാറാൻ പറ്റുമോ? അപ്പോൾ എന്താണ് ഈ കരാറിലെ അവകാശം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് പണം തരാമെന്നോ ഒരു സാധനം നൽകാമെന്നോ അല്ലെങ്കിൽ ഒരു സേവനം ചെയ്യാമെന്നോ ആരെങ്കിലും വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള നിങ്ങളുടെ റൈറ്റ്, അതാണ് സംഭവം. അപ്പോൾ ഇതിലെ പൊതുവായ നിയമം എന്താണെന്നറിയോ? സാധാരണഗതിയിൽ നിങ്ങളുടെ അവകാശങ്ങൾ മറ്റൊരാൾക്ക് കൈമാറാൻ മറ്റേയാളുടെ പെർമിഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. അതിൻ്റെ കാരണം വളരെ ലളിതമാണ്. അവർ ചെയ്യേണ്ട കാര്യത്തിൽ ഒരു മാറ്റവും വരുന്നില്ലല്ലോ. ആർക്കാണത് ചെയ്തു കൊടുക്കേണ്ടത് എന്നതിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഈയൊരു നിയമം ശരിക്കും മനസ്സിലാക്കാൻ നമുക്കൊരു യഥാർത്ഥ കേസ് നോക്കാം. കേരാഡ് ആൻഡ് കമ്പനി കേസ്. സംഭവം ഇതാണ്. ഈ കമ്പനിക്ക് രാംദാസ് എന്ന പേരുള്ള ഒരാളിൽ നിന്ന് കുറച്ച് കാശ് കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ കമ്പനിക്ക് പെട്ടെന്ന് പണത്തിന് അത്യാവശ്യം വന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു? ആ പണം പിരിക്കാനുള്ള അവകാശം അതങ്ങോട്ട് വേറൊരാൾക്ക് വിറ്റു. പക്ഷേ രാംദാസ് ഒരു പ്രശ്നമുണ്ടാക്കി. ഞാൻ നിങ്ങൾക്ക് പണം തരാമെന്നാണ് കരാറ്, ഈ പുതിയ ആൾക്ക് തരില്ല എന്നു പറഞ്ഞു. അപ്പോൾ കോടതി എന്തു പറഞ്ഞു എന്നറിയോ? അത് പറ്റില്ല. പണം കിട്ടാനുള്ള അവകാശം ഒരു സ്വത്ത് പോലെയാണ്. അത് വിൽക്കാനും വാങ്ങാനും പറ്റും. രാംദാസ് പണം കൊടുക്കണം. ആർക്ക് കൊടുക്കുന്നു എന്നതിൽ മാറ്റം വന്നാലും കൊടുക്കാനുള്ള ബാധ്യതയ്ക്ക് ഒരു മാറ്റവുമില്ല. ക്ലിയർ അല്ലേ? പക്ഷേ ഒരു മിനിറ്റ്, അപ്പോൾ എല്ലാ അവകാശങ്ങളും ഇതുപോലെ കണ്ണുമടച്ച് കൈമാറാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഒരു വലിയ പക്ഷേ വരുന്നത്. ചില കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആകുമ്പോൾ നിയമം മാറും. നമുക്ക് വേറുള്ള സാഹചര്യം ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ലോകപ്രശസ്തയായ ഒരു പിയാനിസ്റ്റിനെ ഒരു വലിയ സംഗീത പരിപാടിക്ക് വേണ്ടി നിങ്ങൾ ബുക്ക് ചെയ്തു. എല്ലാം റെഡി. പക്ഷേ പരിപാടിയുടെ അന്ന് രാവിലെ അവർക്ക് തീരെ വയ്യാതാവുന്നു. അപ്പോൾ നിങ്ങളാണ് ഓർഗനൈസർ എന്ന് വയ്ക്കുക. നിങ്ങൾക്ക് ആ പിയാനിസ്റ്റിനോട് പറയാൻ പറ്റുമോ? ഓ, നിങ്ങൾക്ക് വരാൻ പറ്റില്ലേ, സാരമില്ല, പകരം നിങ്ങളുടെ സ്റ്റുഡൻറ്റിനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അങ്ങ് വിട്ടേക്കെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിയമപരമായി അത് ശരിയാവുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റോബിൻസൺ വേഴ്സസ് ഡേവിസൺ എന്ന കേസ്. ഇവിടെ കോടതി പറഞ്ഞത് വളരെ വ്യക്തമാണ്. നിങ്ങൾ ആ പിയാനിസ്റ്റിനെ ബുക്ക് ചെയ്തത് അവരുടെ പേരിനോ പ്രശസ്തിക്കോ മാത്രമല്ല, അവരുടെ ആ അതുല്യമായ കഴിവിനാണ്. വേറൊരാൾ വന്നു വായിച്ചാൽ അത് ആ കരാറാകില്ല. അതുകൊണ്ട് വ്യക്തിപരമായ കഴിവിനെയോ യോഗ്യതയെയോ വിശ്വാസത്തെയോ ഒക്കെ അടിസ്ഥാനമാക്കിയുള്ള കരാറുകൾ കൈമാറാൻ പറ്റില്ല. കാരണം അവിടെ ആ വ്യക്തി തന്നെയാണ് പ്രധാനം. ശരി, അപ്പോൾ നാണയത്തിൻ്റെ ഒരു വശം നമ്മൾ കണ്ടു, അവകാശങ്ങളുടെ കാര്യം. ഇനി നമുക്ക് നാണയം തിരിച്ചിട്ട് മറ്റേ വശം നോക്കാം. നിങ്ങളുടെ ബാധ്യതകൾ, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അത് ഇതുപോലെ എളുപ്പത്തിൽ വേറൊരാളെ ഏൽപ്പിക്കാൻ പറ്റുമോ? ഇതൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾ ഒരാൾക്ക് കുറച്ച് പണം കൊടുക്കാനുണ്ട്. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു കൂട്ടുകാരനോട് പറയുകയാണ്, ഡാ, എനിക്ക് വേണ്ടി നീയൊന്നാ കാശ് കൊടുത്തേക്ക് എന്ന്. നിയമപരമായി എന്ത് സംഭവിക്കുമെന്നറിയോ? ഒന്നും സംഭവിക്കില്ല. കടം ഇപ്പോഴും നിങ്ങളുടെ തലയിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ആൾക്ക് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പുറകെ പോകാൻ പറ്റില്ല. ഉത്തരവാദിത്തം നിങ്ങളുടേത് മാത്രമാണ്. ഇതിന് പിന്നിലുള്ള നിയമതത്വം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ഒരു അപരിചിതനിൽ നിന്ന് ഒരു സേവനമോ മറ്റോ സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരുമായാണോ കരാറുണ്ടാക്കിയത് അവരുടെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടണം എന്ന് പറയാൻ മറ്റേയാൾക്ക് എല്ലാ അവകാശവുമുണ്ട്. കാരണം അവർ നിങ്ങളെ വിശ്വസിച്ചാണ് ആ കരാറിലേർപ്പെട്ടത്. അപ്പോൾ തന്നെ ഈ ബാധ്യതകൾ കൈമാറാനൊരു വഴിയുമില്ലേ? ഒരു വഴിയുണ്ട്, പക്ഷേ അതിന് മറ്റേ കക്ഷിയുടെ ഫുൾ സമ്മതം വേണം. നിങ്ങൾ 3 പേരും, അതായത് നിങ്ങളും നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ആളും പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന പുതിയ ആളും എല്ലാവരും കൂടി ഇരുന്ന് ഒരു പുതിയ കരാറുണ്ടാക്കണം. നിയമത്തിലിതിനെ നൊവേഷൻ എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവരുടെയും സമ്മതമില്ലാതെ നിങ്ങളുടെ തലവേദന മറ്റൊരാളുടെ തലയിൽ വെക്കാൻ പറ്റില്ല. ഇതുവരെ നമ്മൾ സംസാരിച്ചത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന കൈമാറ്റങ്ങളെക്കുറിച്ചാണ്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ നിയമം തന്നെ ചില കരാറുകൾ ഓട്ടോമാറ്റിക്കായി കൈമാറും. അതെപ്പോഴൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും 2 സാഹചര്യങ്ങളാണുള്ളത്. ഒന്ന്, മരണം സംഭവിക്കുമ്പോൾ.
ഒരാൾ മരിച്ചാൽ അയാളുടെ അവകാശങ്ങൾ, അതായത് സ്വത്തുവകകൾ, അതോടൊപ്പം അയാളുടെ ബാധ്യതകൾ, ഉദാഹരണത്തിന് ഒരു ലോൺ തിരിച്ചടയ്ക്കാനുള്ളത്, ഇതൊക്കെ നിയമപരമായ അവകാശികൾക്ക് കൈമാറ്റം ചെയ്യപ്പെടും. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചിത്രം വരച്ചു കൊടുക്കാം എന്നതുപോലുള്ള വ്യക്തിപരമായ കഴിവ് ആവശ്യമുള്ള കരാറാണെങ്കിൽ അത് ആ മരണത്തോടെ ഇല്ലാതാകും. രണ്ടാമത്തെ സാഹചര്യം ഒരാൾ പാപ്പരാകുമ്പോഴാണ്. അപ്പോൾ അയാൾക്ക് കിട്ടാനുള്ള പണത്തിൻ്റെയൊക്കെ അവകാശം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഏറ്റെടുക്കും, കടക്കാർക്ക് വീതിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, അയാളുടെ വ്യക്തിപരമായ ബാധ്യതകൾ കൈമാറ്റം ചെയ്യപ്പെടില്ല. ശരി, നമ്മളിപ്പോൾ കരാർ കൈമാറ്റത്തിന്റെ പല വശങ്ങളും കണ്ടു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചുരുക്കി എളുപ്പത്തിൽ ഓർത്തുവെക്കാൻ പാകത്തിന് പറഞ്ഞാലോ? വെറും 3 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. ഒന്നാമത്തേത്, നിങ്ങളുടെ അവകാശങ്ങൾ, അതായത് നേട്ടങ്ങൾ, ഒരു സ്വത്ത് പോലെയാണ്. അത് സാധാരണയായി മറ്റൊരാൾക്ക് കൈമാറാം. രണ്ടാമത്തേത്, നിങ്ങളുടെ ബാധ്യതകൾ, അതായത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് പേഴ്സണലാണ്. മറ്റേയാളുടെ സമ്മതമില്ലാതെ അത് കൈമാറാൻ പറ്റില്ല. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, കരാർ വ്യക്തിപരമായ കഴിവിനെയോ വിശ്വാസത്തെയോ ആശ്രയിച്ചുള്ളതാണെങ്കിൽ അതിന്റെ അവകാശമായാലും ബാധ്യതയായാലും ഒന്നും കൈമാറാൻ സാധിക്കില്ല. സിമ്പിളല്ലേ? അപ്പോൾ ഈ നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടിയില്ലേ? ഇനി അടുത്ത തവണ ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ അതിന്റെ ഈ 2 വശങ്ങളെക്കുറിച്ചും നിങ്ങൾ ചിന്തിക്കില്ലേ? ഈ അറിവ് നിങ്ങളുടെ തീരുമാനങ്ങളെ എങ്ങനെ മാറ്റുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.